ഹായ് മക്കളെ, എല്ലാവരും സുഖമായിരിക്കണോ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കണോ? നമ്മളുടെ 23ാമത്തെ ക്ലാസ്സാണിത്. നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? ഇതെല്ലാവരും പഠിക്കണില്ലേ? എല്ലാവരും പഠിക്കണം, എല്ലാവരും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഇത് പഠിച്ച് ജീവിതത്തിന് അനുഗ്രഹമായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടക്കാം, നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സർവ്വശക്തനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗ്ഗത്തിലെ ദൈവമേ, നല്ല സമയത്തിനെ കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു. നൽകിയ എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. എല്ലാ കുഞ്ഞുമക്കൾ ഇത് കാണുവാൻ, അനേകരിത് കാണുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് കാരണമായി തീരും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേട്ടു ഉത്തരം തരണം സ്വർഗീയ പിതാവേ, ആമേൻ. Hi kids, welcome back. Hope you all are doing well, and we are so happy and excited to see all your activities. Good job children, continue doing it. We are so glad that you are enjoying all our lessons. So we've been learning about Trinity, right? We learned that God, there is only one God and there are 3 persons in God. Who's the first person? God the Father. And the second person? God the Son. Okay, we learned about it, right? So we learned that God the Father loves us very much. And we learned the second person, God the Son, Jesus Christ, He died for us. And the third person is who? God the Holy Spirit. Yes. And what does God the Holy Spirit do? We learn about it today. Okay? Yes. And before we learn about it, I want to ask you a question. Okay? Yes. Where do animals live? Forests? Then mountains, oceans, seas, and some animals live in a farm too, right? Yes. And these animals, they have different homes. They have their own special homes where they live. Let's take a look at these animals and the places where they live. കുട്ടികളെ, നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ദൈവം ഒന്നാണ്, പക്ഷേ 3 വ്യക്തി നമ്മൾ കാണുന്നു അല്ലേ? ആദ്യത്തെ വ്യക്തി ആരാ? പിതാവാം ദൈവം. ഈ പിതാവാം ദൈവം എന്താ ചെയ്യുക? നമ്മളെന്താ പഠിച്ചേ? പിതാവാം ദൈവം എല്ലാവരെയും ഒരുപാട് സ്നേഹിക്കുന്നു അല്ലേ? രണ്ടാമത്തെ വ്യക്തി ആരാ? പിതാവാം പുത്രനാം ദൈവം അല്ലേ? യെസ്, അത് യേശു ക്രിസ്തുവാ. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. മൂന്നാമത്തെ വ്യക്തി ആരാ? പരിശുദ്ധാത്മാവായ ദൈവം അല്ലേ? യെസ്. ഈ പരിശുദ്ധാത്മായ ദൈവം എന്താ ചെയ്യുന്നത്? നമുക്ക് ഇന്ന് കാണാം. ഓക്കെ? യെസ്. അതിനു മുമ്പായി ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ മൃഗങ്ങൾ, നമ്മൾ കാണുന്ന മൃഗങ്ങൾ എവിടെ ജീവിക്കുന്നേ? കാട്ടില്, പിന്നെ മലകളിൽ, പിന്നെ സമുദ്രത്തിൽ അല്ലേ? ചില മൃഗങ്ങൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ വളർത്തുന്ന മൃഗങ്ങളാണ് അല്ലേ? യെസ്. അപ്പോൾ ഈ ഓരോ മൃഗങ്ങൾക്ക് അവർക്ക് പ്രത്യേകമായ വീടുണ്ട് അല്ലേ? നമുക്കൊരു വീഡിയോ കണ്ടു നോക്കിയാലോ? Hello children, let's look at the homes of some animals. Ants live in ant hills. The bear lives in a den. Bees live in beehives. Birds live in nests. The cow lives in a shed. The dog lives in a kennel. Hens live in a coop. The horse lives in a stable. The lion lives in a den. Monkeys live on trees. The pig lives in a sty.
The rabbit lives in a burrow. Rats and snakes live in holes. And the sheep live in pens. Kids, did you enjoy the video? How was it? കുട്ടികളെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ? We saw that these animals, they live in special homes. And what about you? Where do you live? Where do I live? We live in houses, right? We live in our homes, right? Yeah, കുട്ടികളെ നമ്മൾ മൃഗത്തിനെ കുറിച്ച് കണ്ടു. പക്ഷെ നമ്മൾ എവിടെ ജീവിക്കുന്നേ? നമ്മൾ നമ്മുടെ വീട്ടിൽ ജീവിക്കുന്നു അല്ലേ? This is Alfred. Okay? And Alfred lives, this is his home. And Alfred lives a few kilometers away from Chalakudi. He lives in his home with his parents and his sister. കുട്ടികളെ ഇത് ആൽഫ്രഡ് ആണ്. ഇത് ആൽഫ്രഡിൻ്റെ വീടാ. ഇവിടെ ആൽഫ്രഡിൻ്റെ വീട് ചാലക്കുടിയിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. ആൽഫ്രഡിൻ്റെ വീട്ടിൽ ആൽഫ്രഡിൻ്റെ പപ്പയും മമ്മിയും ഒരു ചേച്ചിയുണ്ട്. Okay, so everybody, all of us like to stay at homes, right? Yeah, it's so comfortable to be at home. We sleep, we eat, and we take rest in our homes, right? കുട്ടികൾ നമുക്ക് നമ്മുടെ വീട്ടിലിരിക്കുന്ന നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? പക്ഷെ ഇപ്പം നിങ്ങൾ ഈ കൊറോണ സമയത്ത് വീട്ടിലിരുന്ന് മടുത്തു പോയി അല്ലേ? ഓക്കെ, പക്ഷെ നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ കഴിക്കാനും കിടന്നുറങ്ങാനും നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ നമുക്ക് സാധിക്കും അല്ലേ? Now, we've been learning that God is everywhere, right? Because God is spirit, right? Okay, and we know that God the Father, okay, is everywhere, but He has a special place in heaven, right? What about God the Son? Jesus is also a spirit. He's everywhere, but He also has a special place in heaven. What about God the Holy Spirit? He is also, the word itself says Holy Spirit. He also is a spirit. He's everywhere. But where is His special place? You know where it is? കുട്ടികളെ നമ്മൾ ദൈവത്തിനെ കുറിച്ച് ദൈവം എല്ലായിടത്തും ഉണ്ട് അല്ലേ? നമ്മൾ പഠിച്ചു. പിതാവാം ദൈവം എല്ലായിടത്തും ഉണ്ടെങ്കിലും പിതാവാം ദൈവം എവിടെയാ? സ്വർഗത്തിലാ അല്ലേ? അതുപോലെ പുത്രനായ ദൈവമോ ആത്മാവാണ്, അതുകൊണ്ട് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ എവിടെയാ പറയാ? സ്പെഷ്യൽ പ്ലേസ് എവിടെയാ? സ്വർഗത്തിലാ അല്ലേ? അതുപോലെ പരിശുദ്ധാത്മാവായ ദൈവം ആത്മാവാണ്. അതിൻ്റെ പേരിലാന്നൊക്കെ പറയാം അല്ലേ? ആത്മാവാണ്. ആത്മാവ് എന്താ? എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഈ ആത്മാവിൻ്റെ സ്പെഷ്യൽ സ്ഥലം എവിടെയാ? എവിടെ ആയിരിക്കും? Do you know, kids, that the Holy Spirit lives in our hearts? In each one of our hearts. All those hearts which have trusted Jesus and have accepted Jesus as a Savior, Holy Spirit resides or lives there. How wonderful, isn't it? കുട്ടികളെ നിങ്ങൾക്ക് അറിയാമായിരുന്നോ പരിശുദ്ധാത്മാവ് എവിടെ ജീവിക്കുന്ന അറിയോ? നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലാണ്. ആരൊക്കെ അവരുടെ ഹൃദയം യേശുവിന് കൊടുത്തേക്കുന്നു, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച എല്ലാ ഹൃദയത്തിൽ ആരുണ്ട്? പരിശുദ്ധാത്മാവായ ദൈവം ജീവിക്കുന്നു. പരിശുദ്ധാത്മാവ് ജീവിക്കുന്നു. അത് നല്ല കാര്യമല്ലേ? യെസ്. And the word itself says Holy Spirit. So the God, the Holy Spirit, He is holy, and He wants, because He's living inside of us, He wants us to be holy too. He wants us to be good children, good boys and good girls. കുട്ടികളെ നമ്മൾ ആ വാക്കിൽ തന്നെ കണ്ടു, പരിശുദ്ധാത്മാവ് അല്ലേ? അപ്പോൾ പരിശുദ്ധ ആണ് അല്ലേ? ഹോളിയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹം എന്താണ്? നമ്മളും എങ്ങനെ ആയിരിക്കണം? പരിശുദ്ധത്തെ നമ്മൾ നിറവേറ്റണം അല്ലേ? നമ്മൾ ഹോളി ആയിരിക്കണം. യെസ്.
Upon the Holy Spirit, He is always ready to help us. Okay, He wants to help us and He is always ready to help us to become holy. Okay, He is also known as a helper. He helps us in our weaknesses. He's always there to help us. കുട്ടികളെ ഈ പരിശുദ്ധാത്മാവ് ഒരു സഹായകനാണ്. നമ്മളെ എപ്പോഴും സഹായിക്കാൻ തയ്യാറാണ്. നമ്മൾ പരിശുദ്ധമായി ജീവിക്കാൻ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെ സഹായിക്കും. നമ്മൾ ആ സഹായം ചോദിച്ചാൽ മതി. എപ്പോഴും റെഡിയാണ് സഹായിക്കാൻ. ഓക്കെ, യെസ്. In the Bible, we always see that Holy Spirit is shown as a dove, right? We see in the life of Jesus, when Jesus was baptized, we saw a dove flying and coming and resting on Jesus. So, is the Holy Spirit a dove? No, it's not. But we use dove to symbolize the Holy Spirit. The Bible uses dove to symbolize the Holy Spirit because dove is considered peaceful. Okay, it symbolizes peace. It's a harmless bird. It's pure. It's white, right? So only to symbolize in the Bible we see that it is referred to as it's shown as a dove. കുട്ടികളെ, നമ്മൾ ബൈബിൾ കാണുന്നു പരിശുദ്ധാത്മാവ് നമ്മളൊരു പ്രാവിനെ കാണിക്കുന്നു അല്ലെ, പ്രാവ് പോലെ. അപ്പോൾ പ്രാവാണോ? അല്ല. പക്ഷെ പ്രാവ് നമ്മൾ കാണുമ്പോൾ എന്താ, വൈറ്റ് അല്ലേ, വൈറ്റ് ഒരു പക്ഷിയല്ലേ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുക? ഓ, ഒരു പീസാണ് അല്ലേ, ഒരു ശാന്തത, ആരെ ഒന്നും ഉപദ്രവിക്കാത്ത ഒരു പക്ഷിയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ ഒരു പ്രാവിനെ ഒരു സിമ്പിളായിട്ട് കാണിക്കുന്നത്. ബൈബിളിൽ പോൾ കൊരിന്ത്യർക്ക് ഒരു ലെറ്റർ എഴുതിയപ്പോൾ ബൈബിളിൽ ഒരു വാക്യം നമ്മൾ കാണുന്നു. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. 1 കൊരിന്ത്യർ 6:19. Do you not know that your body is temple of Holy Spirit who is in you? So this verse, what does it say? That temple means where Holy Spirit dwells, lives in us. So Paul is saying that our body is where the Holy Spirit lives in us. Okay, yes. അപ്പോൾ ഇവിടെ എന്താ കാണിക്കുന്നത്? നമ്മുടെ ദേഹം, നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. So kids, your body is the temple, is where your body is where the Holy Spirit lives, and He wants you to be holy, and the Holy Spirit is always there to help you to be holy. കുട്ടികളെ, നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ എന്താവണം? പരിശുദ്ധത്തെ നമ്മൾ കാത്തുകൊള്ളണം. ഓക്കെ, ആൻഡ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കാൻ തയ്യാറാണ്. Okay, so let's see a story to see how the Holy Spirit helps us. നമുക്കൊരു സ്റ്റോറി കേൾക്കാം, എങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നമുക്കൊരു സ്റ്റോറി കേട്ടാലോ? Hi kids, it's story time. കഥ കേൾക്കാം നമുക്ക്. ജോണി എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ ജോണി ഭയങ്കര കുറുമ്പനായിരുന്നു. ജോണി വാസ് എ വെരി നോട്ടി ബോയ്. ഹി യൂസ് ടു ബുള്ളി ദ ചിൽഡ്രൻ ഇൻ ഹിസ് ക്ലാസ്. ക്ലാസ്സിലെ കുട്ടികളെ അവനിങ്ങനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യായിരുന്നു. എന്നിട്ട് ഉപദ്രവിക്കുമ്പോഴത്തേക്ക് അവനൊരു സന്തോഷമൊക്കെ കിട്ടുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജോണി യേശുവിനെ കുറിച്ച് അറിഞ്ഞു. യേശു തന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചെന്നും ഒക്കെ ജോണി അറിഞ്ഞു. Johnny came to know about Jesus around that time, and then he learned that Jesus had died for his sins, and he could accept Jesus as a savior if he wanted. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാനായിട്ട് അവനൊരു ചോയ്സ് ഉണ്ടെന്ന് അവന് അറിഞ്ഞു. അപ്പൊ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ജോണി തീരുമാനിച്ചു യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാമെന്ന്, യേശുവിൽ വിശ്വസിക്കാമെന്ന് തീരുമാനിച്ചു. എന്നിട്ട് ജോണി യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. എന്നിട്ടോ അപ്പൊ പരിശുദ്ധാത്മാവ് ജോണിയിൽ വന്ന് വസിക്കാൻ തുടങ്ങി. And after he received Jesus as his savior, the Holy Spirit came to dwell with him. And then what happened? One day in the ക്ലാസ്സിൽ ഒരു ദിവസം ടീച്ചർ ചോദിച്ചു, ആരായിരുന്നു അവിടെ ഒച്ച ഉണ്ടാക്കിയത്? അപ്പൊ ജോണി പറഞ്ഞു, ഞാനല്ല എന്ന് പറഞ്ഞു. ജോണി ആണോ എന്ന് ചോദിച്ചപ്പോ ജോണി പറഞ്ഞു,
ഞാനല്ല എന്ന് പറഞ്ഞു. പക്ഷെ ശരിക്കും പറഞ്ഞ ജോണി ആയിരുന്നു. One day the teacher asked who was making all this noise, and he asked Johnny, is it you? And Johnny said, no, it's not me, but actually it was him. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ജോണിയുടെ ഉള്ളിൽ ഇങ്ങനെ വല്ലാത്തൊരു പ്രയാസം, ശരിക്കും കള്ളം പറഞ്ഞില്ലേ, തെറ്റ് ചെയ്തില്ലേ, അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളിൽ തോന്നാൻ തുടങ്ങി. So Johnny started feeling guilty about what he did because he had actually said a lie, isn't it? So who was actually speaking to Johnny in his heart? Who was telling him that it was a lie? It was the Holy Spirit. ആരാണ് ജോണിയുടെ ഉള്ളിൽ താൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? അത് പരിശുദ്ധാത്മാവായിരുന്നു. യോഹന്നാൻ 16:8 പറയുന്നു, പരിശുദ്ധാത്മാവ് നമ്മളെ പാപങ്ങളെ തിരുത്തി തരും, നമ്മുടെ തെറ്റുകളെ തിരുത്തി തരുമെന്ന്. It says in John 16:8 that the Holy Spirit will help us to correct our sin. അന്ന് രാത്രി ജോണി എന്ത് ചെയ്തെന്നറിയാമോ? രാത്രിയില് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ശക്തി തരണേ, എനിക്ക് ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു കുട്ടിയായിട്ട് വളരാൻ പറ്റണമേ എന്ന്. Johnny went on his knees at night that day and he prayed, God, help me to be strong enough to not lie anymore. I don't want to tell lies. Please give me strength for that. And I want to be the kind of boy that you want me to be, and help me for that also. And you know what happened? എന്താ സംഭവിച്ചെന്നറിയാമോ? അങ്ങനെ തന്നെ, അതായത് അവൻ എന്തിനു പ്രാർത്ഥിച്ചോ ദൈവം അത് നൽകി കൊടുത്തു. ജോണിക്ക് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ശക്തി കിട്ടാൻ തുടങ്ങി. എന്തിന്? ശരിയായിട്ടുള്ള കാര്യം ചെയ്യാനായിട്ട്. ആരാണ് ഈ ശക്തി കൊടുത്തുകൊണ്ടിരുന്നത്? ഉള്ളില് ഉള്ള പരിശുദ്ധാത്മാവ്. The Holy Spirit that was living in Johnny started giving him more strength to do the right things and to shun or go away from evil things. So the Holy Spirit can also do the same thing for you and me. Did you know that? അപ്പോൾ ജോണിക്ക് ഓരോ ദിവസവും കള്ളം പറയാതിരിക്കാനുള്ള ശക്തി കിട്ടിക്കൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ നമുക്കും പരിശുദ്ധാത്മാവ് തരും. Johnny was able to stop telling lies as each day went by because the Holy Spirit was giving him strength, isn't it? അപ്പോൾ പരിശുദ്ധാത്മാവ് വേറെന്തൊക്കെയാണ് നമുക്ക് തരുന്നത്? ഈ പടത്തിൽ കണ്ടോ, ഇതെല്ലാം നമ്മൾക്ക് പരിശുദ്ധാത്മാവ് തരുന്ന കാര്യങ്ങളാണ്. ആദ്യത്തേത് സ്ട്രെങ്ത്, നമ്മളെ ശക്തിയുള്ളവരാക്കുന്നു. രണ്ടാമത്തേത് ലവിങ്, സ്നേഹം നിറഞ്ഞവരാക്കുന്നു. പിന്നെ ക്ലീൻ, ക്ലീൻ എന്ന് വെച്ചാൽ എന്താണ്? ശുദ്ധിയുള്ളവരാക്കുന്നു. പിന്നെ ട്രൂത്ത്ഫുൾ, ട്രൂത്ത്ഫുൾ എന്ന് വെച്ചാൽ നമ്മളെ സത്യസന്ധരാക്കുന്നു. ബ്രേവ്, നമ്മളെ ധൈര്യമുള്ളവരാക്കുന്നു. കൈൻഡ്, ദയയുള്ളവരാക്കുന്നു. ഹാപ്പി, സന്തോഷമുള്ളവരാക്കുന്നു. ഇതെല്ലാം പരിശുദ്ധാത്മാവ് നമ്മൾക്ക് നൽകുന്ന കാര്യങ്ങളാണ്. ബൈബിൾ എന്തൊക്കെയാ പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. ബൈബിളിൽ പറയുന്നു, John 14:26 says, the counselor, the Holy Spirit will teach us all things and remind us of everything that Jesus has said to us. യേശു നമ്മളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഓർമ്മിപ്പിക്കും പരിശുദ്ധാത്മാവ്. അതായത് ബൈബിള് നമ്മൾക്ക് പറഞ്ഞു തരും, മനസ്സിലാക്കിച്ചു തരും പരിശുദ്ധാത്മാവ്. സൂപ്പർ അല്ലേ? Acts 1:8, അപ്പോസ്തല പ്രവർത്തികൾ 1:8 പറയുന്നു, you will receive power when the Holy Spirit comes on us and you will be witnesses to the ends of the earth. അപ്പോൾ മറ്റുള്ളവരോട് ദൈവത്തെ കുറിച്ച് പറയുവാനുള്ള ധൈര്യം നമ്മൾക്ക് പരിശുദ്ധാത്മാവ് തരും എന്നാ പറയുന്നത്. Romans 8:26 tells us that the Holy Spirit helps us to pray. പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമെന്നാണ് പറയുന്നത്. Galatians 5:22-23 says that the fruit of the Spirit is love, joy, peace, patience, kindness, goodness, faithfulness, gentleness and self-control. Wow! ഈ കാര്യങ്ങളൊക്കെയും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് തരുന്നതാണ്. എന്തൊക്കെയാണ്? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ആത്മനിയന്ത്രണം. ഈ കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് തരുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയാണ് ബൈബിളിൽ പറയുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്ന് വസിക്കുമ്പോൾ നമ്മൾ ഈ പ്രത്യേകതകളെല്ലാം ഉള്ള വ്യക്തികളായി മാറുന്നു. ചുരുക്കി പറഞ്ഞാൽ യേശുവിനെ പോലെ കൂടുതൽ കൂടുതൽ നമ്മൾ ആയിക്കൊണ്ടേയിരിക്കുന്നു. കൊള്ളാം അല്ലെ? അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ
ആലയമാണ്, ഒരു വീട് പോലെയാണ്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ സന്തോഷമായിരിക്കാനായിട്ട് നമ്മൾക്ക് ആഗ്രഹമില്ലേ? Don't we want to keep the Holy Spirit that dwells in us as a house? Don't we want to keep the Holy Spirit happy? Isn't it? Because especially since the Holy Spirit is dwelling in us and working, not just living in us, but working to make us more and more like Jesus Christ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നമ്മളെ യേശുവിനെ പോലെ ആക്കുവാനായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം എന്ന് ആഗ്രഹമില്ലേ? Don't we also want the Holy Spirit to help us? Isn't it? Then what should we do so that the Holy Spirit comes and lives in us? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുവാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പറഞ്ഞു തരട്ടെ. Shall I tell you what? പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പോസ്തലപ്രവർത്തികൾ 2:38. Repent and be baptized, every one of you, in the name of Jesus Christ, for the forgiveness of your sins, and receive the gift of the Holy Spirit. Acts 2:38. So remember, the Holy Spirit is not living in us if you have not trusted Jesus Christ. യേശുവിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിൽ വസിക്കാൻ സാധിക്കത്തില്ല. നമുക്ക് ബൈബിളിൽ നിന്നൊരു കഥ കേട്ടു നോക്കിയാലോ? Shall we listen to a story from the Bible? Some people didn't like what Paul was preaching about Jesus, so they caught Paul and his helper, Silas, and threw them in jail. The two men were beaten, and their feet were fastened tightly, so they couldn't run away. That night, instead of complaining or crying, Paul and Silas prayed and sang songs to God. Now and forevermore, King of heaven. Spirit of truth, fill our hearts with your blood. Suddenly, there was an earthquake, and the jail doors popped open. The jailer thought his prisoners had escaped. He knew if the prisoners had escaped, he would be in big trouble. Paul called to him, "We are all here." "What must I do to be saved?" "Believe in the Lord Jesus, and you will be saved, you and all the people in your house." Then he and all his people were baptized immediately. So the jailer took Paul and Silas to his home to wash their wounds and feed them. He and his family were very happy because they now believed in God. So what did the jailer ask Paul and Silas? He asked them, "What must I do to be saved?" ജയിലർ എന്താണ് പൗലോസിനോടും സീലാസിനോടും ചോദിച്ചത്? രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു, അല്ലെ? And what did Paul answer? പൗലോസ് എന്ത് പറഞ്ഞു? "Believe in the Lord Jesus Christ and you shall be saved." യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണ് പറഞ്ഞത്, അല്ലെ? അപ്പോൾ നമ്മൾക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. God our Father loves us so much, and God the Son, He wants to come and save us. പിതാവായ ദൈവത്തിന് നമ്മളെ ഒരുപാട് സ്നേഹമുണ്ട്. പുത്രനായ ദൈവത്തിന് നമ്മളെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. All we have to do is trust Him, isn't it? And when we pray to God and believe that Jesus has died for us, and we really mean it, the Holy Spirit will come and live in us. നമ്മൾ ശരിക്കും പ്രാർത്ഥിച്ചാൽ, അതായത് നമ്മൾ ശരിക്കും വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കും. എന്നിട്ട് നമ്മളെ സഹായിക്കും, ശരിയായ കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ സഹായിക്കും. The Holy Spirit will help us to do the right things. Isn't that great? So shall we pray together? Shall we pray together asking God
to give us the Holy Spirit. പരിശുദ്ധാത്മാവിനെ നൽകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തോട്. എല്ലാവരും കണ്ണടച്ചാട്ടെ. പിതാവായ ദൈവമേ, യേശു ഞങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്ന്, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഓരോ ദിവസവും യേശുവിനെ പോലെ ആകുവാനായിട്ട് ആഗ്രഹമുണ്ട്. തെറ്റ് ചെയ്യാതിരിക്കാൻ ആഗ്രഹമുണ്ട്. ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള ശക്തിയൊക്കെ തരണമേ. അതിനായിട്ട് പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകി തരണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നിങ്ങളും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചോ? യേശുവിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ ചോദിച്ചോ? ശരിക്കും ചോദിച്ചെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട്. ഇനിയും നമ്മൾക്ക് ഓരോ ദിവസവും തെറ്റ് ചെയ്യാതിരിക്കാനായിട്ടും യേശുവിനെ പോലെ കൂടുതലാകുവാനായിട്ടും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇന്നെന്താ നമ്മൾ പഠിച്ചത്? പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നമ്മളുടെ ഉള്ളിൽ വന്ന് വസിക്കുമെന്ന് പഠിച്ചു അല്ലേ? അതുപോലെ ഈ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് യേശുവിനെ പോലെ ആകുവാനായിട്ട് നമ്മളെ സഹായിക്കും. നമ്മൾക്ക് തെറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശക്തി തരും. നമ്മൾക്ക് ബൈബിൾ മനസ്സിലാക്കാനുള്ള കഴിവ് തരും അല്ലെ? മറ്റുള്ളവരോട് ദൈവത്തെ കുറിച്ച് പറയാനുള്ള ധൈര്യം തരും. പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മളെ പഠിപ്പിച്ചു തരും. ഇങ്ങനെ എത്രയെല്ലാം കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു അല്ലെ? ഇതെല്ലാം നമ്മൾ ഇന്ന് കണ്ടു. So what did we learn today? We learned that God, the Holy Spirit, comes and dwells in us if we trust the Lord Jesus Christ. We learned that the Holy Spirit will make us more and more like Jesus Christ. We learned that the Holy Spirit will strengthen us to do the right thing, to be brave, to tell others about Jesus Christ, to understand the Bible better, to love others just like Jesus loved others, and a lot of other things. The Holy Spirit teaches us all these things in each day of our lives. He dwells in us and strengthens us each day of our life. Okay? So keep this in mind until we meet again. Bye-bye. വെൽക്കം ബാക്ക് ടു ദി ആക്ടിവിറ്റി കോർണർ. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ ആക്ടിവിറ്റി ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ട്രിനിറ്റിയുടെ മൂന്നാമത്തെ ആളെ പറ്റി പഠിച്ചു അല്ലേ? ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. ലീന ആൻറ്റി ക്ലാസ് എടുത്തപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ, ബൈബിളിൽ ചിലപ്പോഴൊക്കെ ഹോളി സ്പിരിറ്റിനെ ഒരു ഡവ് ആയിട്ട് കമ്പയർ ചെയ്യാറുണ്ടെന്ന്. നിങ്ങൾ ഓർക്കണം, ഹോളി സ്പിരിറ്റ് ഡവ് അല്ല. ഡവ് ഹോളി സ്പിരിറ്റിന്റെ ഒരു സിമ്പിൾ മാത്രമാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു ഹോളി സ്പിരിറ്റ്
lives in the believer's heart and helps them. അപ്പോൾ അതിന് ബേസ്ഡ് ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യാം. സോ കിഡ്സ്, ഈ ആക്ടിവിറ്റിക്ക് വേണ്ടത് ഞങ്ങൾ ഉണ്ടാക്കിയൊരു ടെംപ്ലേറ്റ് ആണ്. സോ ഈ ടെംപ്ലേറ്റ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. അപ്പം ഞങ്ങളിത് അയച്ചു തരുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾക്കിത് പ്രിൻ്റ് എടുത്തിട്ട് ആക്ടിവിറ്റി ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വേണ്ടത് ടിഷ്യൂ പേപ്പറാണ്. സോ ഈ ടിഷ്യൂ പേപ്പർ നിങ്ങൾ ഇങ്ങനെ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്ന പോലെ ബോൾസ് ആയിട്ട് ചുരുട്ടുക. ഇതാണ് നമുക്ക് വേണ്ട മെറ്റീരിയൽ. പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലൂ ആണ്. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഗോഡ് ദ ഹോളി സ്പിരിറ്റ് എന്ന് എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് കളർ കൊണ്ട് കളർ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഹാർട്ടിന് നിങ്ങൾ റെഡ് കളർ കൊടുക്കണം. പിന്നെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ നമ്മൾ ചുറ്റി വെച്ചേക്കുന്ന ബോൾസ് ഈ ഡബുമ ഒട്ടിക്കാൻ പോവാണ്. സോ അത് നമുക്ക് ചെയ്യാം. കൂട്ടുകാരെ, നിങ്ങൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഇരിക്കുക. ഭയങ്കര സിമ്പിൾ ആയിരുന്നില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് ചെയ്തിട്ട് ഞങ്ങൾക്ക് പിക്ചേഴ്സൊക്കെ അയച്ചു തരണം. ഇനി നമുക്ക് അടുത്ത ആഴ്ച കാണാം. ബൈ.